പൊളിച്ച് നല്ല കുട്ടപ്പനായി നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു ടൈൽ ഇട്ടിട്ടുള്ള വീടിന്. തന്നെയല്ല, നമ്മൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്ന ഒരു പരിപാടിയുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. ഇതാകുമ്പോൾ അതൊന്നുമില്ല. കാരണം നമ്മൾ മറ്റേ ഓടാണെങ്കിൽ ആ ഓടിന്റെ ആ പർലിംഗ് അനുസരിച്ച് വേണം നമുക്ക് നടക്കാനായി. ഇതാണെങ്കിൽ ആ ഒരു വിഷയമില്ല. പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടോ. എനിക്ക് പിടിക്കാം, പിന്നെ ആർക്കും പിടിക്കാം. ഇത് 2 ടൈലാണ്. മറ്റേതാകുമ്പോൾ 10 കിലോയോളം വരും. ടൈലാണെങ്കിൽ ഇതിനതില്ല. കമ്പയർലി മറ്റ് റൂഫിംഗ് ടൈലിനേക്കാളും അപേക്ഷിച്ച് വളരെ ചൂട് കുറവാണ്. വളരെ കുറവാണ്. കയറ്റിയിടുമ്പോൾ 2 ലോക്ക് വീണ്ടും വീഴുവിനകത്ത്. അപ്പൊ ഇത് കാരണം ഇത് പൊക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ തന്നെ അതിന്റെ ഒരു സമാധാനമുണ്ട്. ഇപ്പൊ പുതിയ വീടിന് എന്തായാലും ഹെൽപ്ഫുൾ ആണെങ്കിലും എസ്പെഷ്യലി റെനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? കാരണം മൊത്തത്തിൽ സ്ട്രക്ചറിലോട്ട് നമ്മൾ കൊടുക്കുന്ന ലോഡൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഇതൊരു സ്ട്രക്ചറലി ഉള്ള ചെലവ് കുറവ്, മെയിൻ്റെനൻസ് കുറവ്, പെയിന്റ് ചെയ്യണം. കാരണം ഇത് നമ്മൾ ഇത്രയും ഏരിയ പെയിന്റ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു കോസ്റ്റ് ആകുന്ന. അതെ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന അടൂരാണ്. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീടുണ്ട്, അദ്വീതിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഒന്നാണത്. അപ്പോൾ അതിലെ ആർക്കിടെക്റ്റ് ഇതുകൂട്ട് വിനായക് നമ്മുടെ അടുത്തൊരു പുതിയ റൂഫ് ടൈൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മളത് റിവ്യൂ ചെയ്തു, നമ്മളിങ്ങനെ പോകുന്നു. ഈ ഒരു മെറ്റീരിയൽ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, യൂട്യൂബിലും കാണുന്നുണ്ട്, പല വീടുകളിലും ഇത് ഉപയോഗിച്ചേക്കുന്നതും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഈ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പം പുള്ളി ഇപ്പോൾ വെച്ചിട്ട് 1.5 വർഷമായെന്ന് പറഞ്ഞു. ആളുടെ അടുത്ത് ചോദിക്കുമ്പോൾ കറക്റ്റ് ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. മറ്റേ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. എന്നോട് പറഞ്ഞായിരുന്നു ചെയ്യുന്നത്. എങ്ങനെ ഇതിലോട്ട് വന്നേ? വേറെ ഓടൊക്കെ നോക്കിയിരുന്നോ? ഓട് നോക്കിയായിരുന്നു. പക്ഷെ ഇതിനാണെങ്കിൽ വെയിറ്റ്ലെസ് ആണ്. നമ്മളൊരു ബിൽഡിങ്ങിന് ഇപ്പോൾ എംസാൻ്റെ കിട്ടുന്നത് ബിൽഡിങ്ങിന് താങ്ങാൻ പറ്റിയ ഒരു റൂഫിംഗ് സ്റ്റൈൽ വേണം. അപ്പോൾ വെയിറ്റ്ലെസ് ആയിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തന്നെയല്ല, നമ്മൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്ന ഒരു പരിപാടിയുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും. ഇതാകുമ്പോൾ അതൊന്നുമില്ല. കംപ്ലീറ്റ് കട്ടോ അതോ നല്ല രീതിയിൽ കുറയ്ക്കും അല്ലേ? സൗണ്ട് ഇല്ല. സാധാരണ നോർമൽ നമ്മുടെ സെറാമിക് ഓടോ അല്ലെങ്കിൽ പഴയ കളിമണ്ണോടോ ഒക്കെ ഇല്ലേ, അതിന് പുറത്ത് വീഴുന്ന പോലുള്ള അത്രേ ഉള്ളൂ ആ ഒരു ഇത്. ചേട്ടൻ ഇപ്പം മറ്റേ ഓടൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഓടിന് തന്നെ ഒരു 2-3 കിലോ എങ്കിലും വരും. 3 കിലോയ്ക്കും 4 കിലോ സെറാമിക് ഓടിനൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 10,000-3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് റൂഫിംഗ് സ്പേസ് മാത്രം 5000 സ്ക്വയർ ഫീറ്റ്. 5000 സ്ക്വയർ. അപ്പൊ 5000 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അത്രയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു എത്രയോ ടണ്ണിലോട്ട് പോകും അല്ലേ? ആവശ്യമില്ലാത്ത വെയിറ്റ് അത്രയും വീട്ടിലോട്ട് വരുവാണ്. അത് 9 കൂരയാണുള്ളത്. അതിനനുസരിച്ച് അതിന്റെ ടണ്ണേജും കൂടി വരും, അതിന്റെ മേളിലോട്ട് കയറുന്ന വെയിറ്റ്. ഇത് ചൂടും കുറവാണ്. കമ്പയർലി മറ്റ് റൂഫിംഗ് ടൈലിനേക്കാളും അപേക്ഷിച്ച് വളരെ ചൂട് കുറവാണ്. വളരെ കുറവാണ്. കമ്പയർലി വെയിറ്റും കുറവായതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പലയിടത്തുനിന്നും പല രീതിയിൽ വന്ന് ജോയിൻ ചെയ്തേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ ഇതില് കുഴപ്പമില്ല. അത് കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, എങ്ങനെ ഈ കോൺഫിഡൻസ് കിട്ടി? അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചായിരിക്കും. കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നും ഇന്ത്യയിൽ തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നതെന്നും. കേരളത്തിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പൊ 1.5 വർഷമായി ഇതിട്ടിട്ട് ഇതുവരെ കളർ ഫീഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ മുകളിൽ കൂടെ നടക്കാനൊക്കെ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ ഫോൾ സീലിംഗ് ഉണ്ട്. അതല്ലാതെ പുറത്തൊക്കെ നമ്മൾ അടിയിൽ സീലിംഗ് ടൈൽ ഒന്നും ഒന്നും ഇടേണ്ട കാര്യമില്ല അല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ സാധാരണ ഓടൊക്കെ ഇരിക്കുന്ന പെർലിൻസ് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് അതിൽ തന്നെ ഒരു നോബ് പോലെ കാണും. ഇങ്ങനെ പെട്ടെന്ന് വെച്ച് അങ്ങ് അവർ പോവാണല്ലോ, എന്നിട്ട് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെയല്ല, ഇത് നമുക്ക് അത്രയും വെയിറ്റ് ഉള്ള മെറ്റീരിയൽ സ്ട്രക്ചറിന് വേണ്ട, വെയിറ്റ്ലെസ് ആയതുകൊണ്ട്. കാരണം മറ്റേത് ഒരു ഓടിന് 4 കിലോ 5 കിലോയുടെ അടുത്തൊക്കെ വെയിറ്റ് വരുന്നുണ്ട് സെറാമിക് ഓട്. ഇതിന് 400 ഗ്രാമില്ല 500 ഗ്രാമിനുള്ളിലേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് അതിന് ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചർ മാത്രം മതി. കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് 2 സ്ക്രൂ ഒരു ഓടിൽ വരും, പിന്നെ ഒരു ലോക്കും വരും. അത് കാരണം ഇത് അഴിക്കണമെങ്കിലും മേളിൽ നിന്നേ അഴിച്ചു വരാൻ പറ്റത്തുള്ളൂ, ഇടയ്ക്കൊന്നും ഊരാൻ പറ്റില്ല. ശരി. ഇത് മൊത്തം പിന്നെ പാക്ഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇത് അൺബ്രേക്കബിൾ ആണ്. ഓക്കെ. അപ്പം ഓൾറെഡി ഇത് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും കാറ്റത്തൊന്നും വേറെ വിഷയമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ 2 സ്ക്രൂവും ഇന്റർലോക്കും ഉണ്ട്. അപ്പൊ ഇതിന് എങ്ങനെയാ വാറണ്ടിയുടെ കാര്യമൊക്കെ അവരെന്ത്? വാറണ്ടി നമ്മളിത് മാനുഫാക്ചർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്, കേരളത്തിൽ തന്നെയാണ്. അപ്പം നമ്മൾ മറ്റ് ഓടുകളെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ചൈനീസിലെ പ്രോഡക്റ്റും മറ്റുള്ള പുറത്തുനിന്നൊക്കെ വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ആ ഒരു ഗ്യാരണ്ടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ തന്നെ അതിന്റെ ഒരു സമാധാനമുണ്ട്. അതുപോലെ റിട്ടേൺ വാറണ്ടിയും അവർ തന്നിട്ടുണ്ട്, കമ്പനി തന്നിട്ടുണ്ട്. അല്ല, മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഇതിപ്പം ഇടുന്ന സമയത്തായാലും ഇതിന്റെ പുറത്തോടെ നടന്നാലൊന്നും ഒരു പ്രശ്നമില്ല എന്നൊക്കെ.
അപ്പൊ ഇത്രയും കട്ടി കുറവില്ല. അപ്പൊ ചോദിച്ചായിരുന്നു ചേട്ടൻ ഇതെന്താ ഇത് ഇത്രയൊരു സ്ട്രെങ്ത് വരാൻ? നാനോ ടെക്നോളജി ഇൻഫ്യൂസ് ചെയ്തേക്കുന്ന ഒരു പ്രോസസ്സാണിത്. അത് കാരണം അതുപോലെ സ്ട്രോങ് ആണത്. താഴെ വീണാലും ഒന്നും പൊട്ടുമൊന്നുമില്ല, മേളിൽ കൊണ്ട് നടക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ മറ്റേ ഓടാണെങ്കിൽ ഓടിന്റെ ആ പർലിംഗ് അനുസരിച്ച് വേണം നമുക്ക് നടക്കാൻ. ഇതാണെങ്കിൽ ആ ഒരു വിഷയമില്ല. ബാക്കിയുള്ള റൂഫ് ടൈൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് എങ്ങനെയുണ്ട്? ആദ്യം തന്നെ ഇതിന്റെ സ്ട്രക്ചർ മറ്റേതുപോലെ സെറാമിക്കിനൊക്കെ 4 കിലോ മേളിൽ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ വേണം. ഇതിന് അത്രയും വേണ്ട, വെയിറ്റ്ലെസ് ആയതുകൊണ്ട് അത്രയും വേണ്ട. പിന്നെ ഇതിന് പെയിന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പായല് പിടിക്കില്ല, വെള്ളം പിടിച്ച് നിൽക്കില്ല. ഇത് വെള്ളം അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒഴുകിപ്പോരും. ശരി. നമ്മുടെ ക്ലേ ടൈലൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഒരു പോറസ് ആണല്ലോ, അതായത് വെള്ളം പിടിച്ച് ഈർപ്പം വെച്ച് അത് ഇങ്ങനെ ഇരുന്ന് പൂപ്പൽ വരും. ഇത് അങ്ങനൊന്നുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മെയിൻ്റെനൻസും ഈ സ്ട്രക്ചറലി ഉള്ള ചെലവ് കുറവ്, മെയിൻ്റെനൻസ് കുറവ്. പെയിന്റ് ചെയ്യണം. കാരണം ഇത് നമ്മൾ ഇത്രയും ഏരിയ പെയിന്റ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു കോസ്റ്റ് ആകുന്ന ഒരു സംഗതി. വാട്ടർ പ്രൂഫ് ടൈൽ പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും. അതെ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പാനൽ ഇത് എത്ര? 5 കിലോ വാട്ട് വെച്ചേക്കും. 5 കിലോ വാട്ട്. അപ്പം ഏകദേശം 10 പാനലിന് 9 പാനൽ. അപ്പൊ ഇത് സോളാറിന്റെ ഈ ലെഗ് പിടിപ്പിക്കുമ്പോഴേ അത് കറക്റ്റ് ആയിട്ട് ഓടൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ? ഓട് കട്ട് ചെയ്യുമ്പോൾ ഇളക്കിയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഇതാ അങ്ങനെ അത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യായിരുന്നു. ഇളക്കൊന്നും വേണ്ട, ഇളക്കാതെ തന്നെ കട്ട് ചെയ്തിട്ട് നീറ്റായിട്ട് അങ്ങനെ കറക്റ്റ് സൈസ് കട്ട് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കലി നമ്മളൊക്കെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോ ഡ്രോണിൽ ഇത് എടുത്തു നോക്കിയപ്പോഴായാലും ഭയങ്കര ഫ്രഷ് ലുക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ 1.5 വർഷത്തിന്റെ ഒരു പഴക്കം ഒട്ടും തോന്നിക്കുന്നില്ല. അത് മുമ്പേ പറഞ്ഞ സംഭവം തന്നെ. വാട്ടർ റിപ്പല്ലന്റ് ആണ്. ഇപ്പൊ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ഒരു മഴ പെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് ഒഴുകി ഇങ്ങ് പോരും, നിക്കത്തേ ഇല്ല. കുളിച്ച് മാതിരിയാകും. വീണ്ടും കുളിച്ച് നല്ല കുട്ടപ്പനായി നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു ടൈൽ ഇട്ടിട്ടുള്ള വീടിന്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേർഡ് ഡ്രോപ്പിംഗ്സ്, കാഷ്ടം, പക്ഷികളുടെ കാഷ്ടം, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇത് റോഡിന്റെ വളരെ അടുത്ത് തന്നെയാണ് അല്ലേ? മെയിൻ റോഡ്. സാധാരണ ഒരു പൊടി, ഒരു നരച്ചൊരു ഫീലോ അങ്ങനൊന്നും ഇല്ല. ഒരു മഴ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് പിന്നെയും പുതിയ റൂഫിലെ ആ ഒരു സ്റ്റൈലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾ ചെയ്തതിന്റെ ബാക്കി എന്തായാലും കാണത്തില്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് കാണുവാണെങ്കിൽ അവരെ കൂടെ കാണിക്കാമല്ലോ. ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്ക്രൂ ചെയ്ത ഇതൊന്ന് കൈ പിടിച്ച് നോക്കാമല്ലോ. വന്നിരുത്ത് കാണിക്കണം. ഓക്കെ, ഇതാണ് സാധനം അല്ലേ? അതെ, ഇവിടെ 2 സ്ക്രൂ വരും. അത് കഴിഞ്ഞിട്ട് ആ താഴത്തെ ഒരു റോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറ്റിയിടുമ്പോൾ 2 ലോക്ക് വീണ്ടും വീഴുവിനകത്ത്. ഓക്കെ. അപ്പൊ ഇത് കാരണം ഇത് പൊക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അത് കാരണം ഇത് ഫുൾ പാക്ഡ് ആണ്. അപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ ഈ സ്ക്രൂ ചെയ്തില്ലേലും കാറ്റത്ത് സാധനം ലോക്കാണ്. എന്നാലും സ്ക്രൂ ബലമായി കണക്ട് ചെയ്ത് അങ്ങനെ പോവാം, മേലോട്ട് പോവാം. പക്ഷെ 2 സ്ക്രൂ വെച്ച് ചെയ്താലേ ഇത് കണ്ടോ, സ്ക്രൂ വന്നിട്ട് ഇവിടെ ചെയ്യുമല്ലോ, ഇത് പക്ഷെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. സ്ക്രൂ എക്സ്പോസ്ഡ് അല്ല, വെള്ളമൊന്നും വീഴത്തില്ല. പിന്നെ അവർ കുറെ മോഡൽസ് കാണിച്ചായിരുന്നു. അപ്പൊ എനിക്കിതാണ് സ്യൂട്ടബിൾ ആയിട്ട് ഒരു ട്രഡീഷണൽ ടൈപ്പ് വീടായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഓടിന്റെ ജെ സീരീസ് എന്നാണ് ഇതിന്റെ പേര്. ഈ കളർ ഞാൻ അങ്ങനെ ആ ഒരു ട്രഡീഷണൽ ടൈപ്പിന് വേണ്ടി സെലക്ട് ചെയ്തെന്നുള്ളത്. വേറെ കളർ ഉണ്ട്, വേറെ കുറെ മോഡൽസ് കാണിച്ചായിരുന്നു. മറ്റേ ടൈലൊക്കെ ഉള്ള ഫ്ലാറ്റ് ടൈല് പോലെ അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്. പക്ഷെ എനിക്കിത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. ഒരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ടൈൽ യൂസ് സംഭവമാണ്. നമ്മുടെ നാട്ടില് ഓടെന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു കളർ ഇതാണല്ലോ. അതെ, അതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടോ. എനിക്ക് പിടിക്കാം, അപ്പൊ പിന്നെ ആർക്കും പിടിക്കാം. ഇത് 2 ടൈലാണ്. മറ്റേതാകുമ്പോൾ 10 കിലോയോളം വരും. സെറാമിക് ടൈലാണെങ്കിൽ ഇതിനതില്ല. മേഡ് ഇൻ ഇന്ത്യ ബാഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടം വരെ ഓവർലാപ്പ് ആയിട്ട് കിടക്കും. അത് കാരണം വെള്ളം ഇറങ്ങത്തില്ല. ഈ സൈഡ് ഇങ്ങനെ ഓവർലാപ്പ് ആയിട്ട് ഈ സൈഡ് വരെ കിടക്കും. ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായി. ഇങ്ങനെ കിടക്കുന്ന കാരണം വെള്ളം ഇറങ്ങത്തില്ല. ഈ സൈഡിലാണ് അത് ലോക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ഒരു ഗ്രൂ ഉള്ളതുകൊണ്ട് എന്ത് കവറേജ് വരുമായിരിക്കും? ഇത് ഒരു 1 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു ടൈൽ കവറേജ് വരുന്നു. ഒരെണ്ണം അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു. നമ്മൾ പിന്നീട് ഒരു ഹോം ടൂറിന് എന്തായാലും വരാം. ഇതായിരുന്നു ഇതിന്റെ മെയിൻ പ്രത്യേകതകൾ. കുറെ പ്രത്യേകതകൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ, എസ്പെഷ്യലി ഇപ്പൊ പുതിയ വീടിന് എന്തായാലും ഹെൽപ്ഫുൾ ആണെങ്കിലും എസ്പെഷ്യലി റെനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? കാരണം മൊത്തത്തിൽ സ്ട്രക്ചറിലോട്ട് നമ്മൾ കൊടുക്കുന്ന ലോഡൊക്കെ ഭയങ്കര കുറവായിരിക്കും ഇതൊരു വലിയ ഏരിയയിൽ കവർ ചെയ്ത് വരുമ്പോഴൊക്കെ. റിസോർട്ടുകൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ഈ കുരങ്ങിന്റെ ഒക്കെ ശല്യം അങ്ങനെയൊക്കെ അതിനൊന്നും എടുത്തോണ്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ലോക്കിംഗ് എത്രയും സെക്യൂർ ആയതുകൊണ്ട്. അപ്പൊ ഈ നാനോ സെറാമിക് റൂഫ് ടൈലിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു റൂഫ് ടൈലിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഇതിന്റെ വില വിവരങ്ങളോ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നോ അങ്ങനെയുള്ള എന്ത് ഡീറ്റെയിൽസും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ
നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.